ചില്ലൻ പാക്ക് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഈ ചുവന്നു തൊടുത്ത ആമ്പൽപ്പൂക്കളാണ്. ഈ ആമ്പൽപ്പൂക്കളുള്ള പാടം കിടക്കുന്നത് പുതുപ്പള്ളിയിലാണ്. മലരിക്കൽ ഇതിന് കുറച്ചും കൂടി നിങ്ങളെല്ലാവരും മറ്റു വീഡിയോകളിലെല്ലാം കണ്ടിട്ടാം, കുറച്ചുകൂടി പോകാനുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ല, ഈ പൂക്കളുടെ ഏറ്റവും നല്ല പീക്ക് സീസൺ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം ഓണത്തിനോട് അടുപ്പിച്ചിട്ടാണ്. ഇത് ഇപ്പം വിടർന്ന് തുടങ്ങുന്നേ ഉള്ളൂ. രാവിലെ ഒരു 10 മണി വരെ ഉണ്ടാവുമെന്നാണ് നമ്മുടെ വള്ളത്തിൻ്റെ സാരഥി, നേരത്തെ കണ്ട വള്ളത്തിൻ്റെ സാരഥി മഹേഷ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആമ്പൽപ്പൂക്കൾ വാടിപ്പോവും. വൈകുന്നേരം ഒരു 6 മണി 7 മണിക്ക് ശേഷം എന്നാണ് പറഞ്ഞത്, പക്ഷെ പലരും പല സമയമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഈ ആമ്പൽപ്പൂക്കൾ പിന്നെയും വിടർന്നു വരും. ഒരു 30 ദിവസം ഉണ്ടാവുമെന്നാണ് നമ്മുടെ വള്ളക്കാരൻ ആയിട്ടുള്ള, നമ്മുടെ സാരഥി ആയിട്ടുള്ള മഹേഷ് പറഞ്ഞിരിക്കുന്നത്. 30 ദിവസത്തോളം ഇതിങ്ങനെ വാടാതെ നിൽക്കും, കൂമ്പിയും പിന്നെയും വിടർന്നും അങ്ങനെ നിൽക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ ഈ പാടത്തിൻ്റെതും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ സാരഥി പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെ മഹേഷ് എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മഹേഷ് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഓഗസ്റ്റ് മാസം ഇതിൽ പൂക്കൾ ഇത്രയും വിടർന്ന് നിൽക്കുള്ളൂ, നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തിനാണ് ഇപ്പോൾ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലെയുള്ള കൂട്ടർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ആമ്പൽ ഫീൽഡും അതുപോലെ ആമ്പൽപ്പാടവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നേരത്തെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാത്രയൊക്കെ പ്ലാൻ ചെയ്യാമല്ലോ. പക്ഷേ ഇതിനു വേണ്ടി മാത്രമായിട്ട്, ഈ ആമ്പൽപ്പാടം കാണേണ്ടിയിട്ട് മാത്രമായിട്ട് ആ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കുറച്ചുകൂടി മറ്റ് യാത്രകളുടെ കൂടെ ഇതും കൂടി ക്ലബ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് കാരോത്തുകടവ്, അത് പനച്ചിക്കാട്. ഇത് ശരിക്കും പുതുപ്പള്ളി പഞ്ചായത്തിലാണ് ഈ പാടം ഉള്ളത്. പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ബോർഡറാണ് ഇത്. അപ്പുറം പനച്ചിക്കാട് പഞ്ചായത്ത്. ഇപ്പൊ ഈ പാട്ട് കേൾക്കുന്ന പനച്ചിക്കാട് അമ്പലത്തിലാണ്. ഫേമസ് ആണ്. ഇന്ത്യയില് 2 ഉള്ളൂ സരസ്വതി ടെമ്പിൾ. ഒന്ന് ഇതും, ഒന്ന് കൊല്ലൂർ മൂകാംബിക. ഇത് ദക്ഷിണ മൂകാംബിക, മറ്റേ കൊല്ലൂർ മൂകാംബിക. അതിൻ്റെ ഇടയിൽ മഹേഷ് പറഞ്ഞു തന്നതാണ് ഈ പനച്ചിക്കാട് ദേവീക്ഷേത്രം, ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ കാര്യം കൂടി അവർ പറഞ്ഞു തന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് യാത്ര ഇതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വേർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതേസമയം ഇതിൻ്റെ കൂടെ മറ്റ് യാത്രകളുടെ കൂടെ ഈ ഓണം വെക്കേഷൻ്റെ അവധി ആ ഒരു ടൈം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇതിലും എല്ലാ ഓരോരുത്തരുടെ ആയിട്ടുള്ള പാടങ്ങളാണ്. പാടത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ പാടം എന്ന് പറയുന്നത് ഒരാളുടെ പാടമല്ല, പലരുടെയും പാടങ്ങളാണ്. ഈ പാടം പാട്ടത്തിനടുത്തതാണോ എന്ന് ചോദിച്ചപ്പോഴാണ് അല്ല എന്നുള്ള ആ ഒരു കാര്യം മഹേഷ് നമുക്ക് പറഞ്ഞിരുന്നത്. പാട്ടമല്ല, ഇതിനൊരു പാടശേഖര കമ്മിറ്റി ഉണ്ട്. അവർക്ക് ഒരു വള്ളം ആഴ്ചയിൽ 200 രൂപ വെച്ച് കൊടുക്കും. ആള് വന്നാലും ഇല്ലല്ലോ, അത് കൊടുക്കണം. ആള് വരും. ഇനി ഇതിപ്പോ സീസൺ തുടങ്ങിയല്ലേ ഉള്ളൂ. മഴ നേരത്തെ വന്നോണ്ടാ ഇവിടെ മഴ പെയ്ത് നേരത്തെ വെള്ളം വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ നെൽകൃഷി ചെയ്യും? ഇത് കഴിയുമ്പോൾ ട്രാക്ടർ കയറ്റി അടിച്ചു കളയും മുഴുവൻ. ഇതിന്റെ അരി ഇവിടെ കിടക്കും. കിഴങ്ങൊന്നുമില്ല, കിഴങ്ങെല്ലാം ചീഞ്ഞു പോകും. പുതിയ ഇടയിൽ ഇതിന്റെ അരി വീണ് കിടക്കും. ഈ പൂവിനകത്ത് അരിയുണ്ട്. അതൊരു 30 ദിവസം കഴിയുമ്പോൾ അരിയാവും. നമ്മുടെ കടുക് പോലെ ആവും. ലക്ഷക്കണക്കിന് നമ്മുടെ മാതളനാരങ്ങത്തിൽ അതിന്റെ അകത്തിരിക്കുന്ന പോലെ തന്നെ അത് വീണ് കിടക്കും. ഈ ട്രാക്ടർ അടിച്ച് കഴിയുമ്പോൾ മൊത്തം സ്പ്രെഡായി. ഇത് നമുക്ക് കൃഷിക്ക് ഭയങ്കര ഗുണമായത്. അല്ലെന്നുണ്ടെങ്കിൽ പുല്ല് പിടിക്കും. പുല്ല് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷി ഇല്ല. ഇത് താമര പകല് വിരിയും. ഈ രാത്രി വിരിയുന്ന പൂക്കളെല്ലാം അസുരന്മാരുടെ പൂവാണെന്ന്